ഇന്നൊരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂ ആണ്. കാഷ്യൂ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മുന്തിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തായിട്ട് പിസ്ത അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റിയിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എള്ളാണ്. അപ്പം നമ്മുടെ എള്ള് ആ ഒരു നെയ്യിൽ കിടന്ന് മൂക്കുന്ന ആ ഒരു സ്മെല്ല് അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചെറുതായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് വെച്ചാണ് ലഡു ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അമൃതം പൊടിയില്ലേ, ആ ഒരു അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മളിവിടെ ലഡു ഉണ്ടാക്കുന്നത്. അമൃതം പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മളൊരു ബോളാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആ നെയ്യിൽ കിടന്ന് മൂക്കുന്ന സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിനെ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒരു ചെറിയ ചൂടോടുകൂടി ബോളാക്കിയെടുക്കുക. നമ്മൾ ആ ഒരു ലഡുവിൻ്റെ ഷേപ്പിലാണ് ഇതിങ്ങനെ ഉരുട്ടി എടുക്കുന്നത്. നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രി മിക്സ് ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്